ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മച്ചാമാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരാഴ്ച കാലയളവിൽ നിന്ന് 400 വ്യൂസിൽ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് കൂടുതലൊന്നും പറയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിയൽമിയുടെ തന്നെ സബ് ബ്രാൻഡായ ഡിസോ ഇറക്കുന്ന സ്റ്റാർ 500 എന്ന ഫീച്ചർ ഫോണിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, സ്റ്റാർ 500 ബ്ലാക്ക്, ഗ്രീൻ, സിൽവർ വെർഷനിലാണ് വരുന്നത്. നമുക്ക് ഈ മൊബൈലിൻ്റെ പ്രധാന ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ 7.11 സെൻറ്റിമീറ്റർ, അതായത് 2.8 ഇഞ്ചിൻ്റെ ഒരു ബിഗ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും QVGA ഡിസ്പ്ലേ. പിന്നെ 32 MB റാമും 32 MB റോമും ആണ് കൊടുത്തിരിക്കുന്നത്. 64 GB വരെ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് പറയുകയാണെങ്കിൽ 0.3 MB റിയർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റാർ 300നെ അപേക്ഷിച്ച് ഇത് കുറച്ച് കുറവാണ്. കാരണം സ്റ്റാർ 300ന് 0.8 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ ഉണ്ടായിരുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊസസ്സർ SC6531E ആണ് പ്രൊസസ്സർ. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. 1900 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റാർ 300നെക്കാട്ടിൽ പുറകോട്ടാണ് ഇതിൻ്റെ ബാറ്ററി നിൽക്കുന്നത്. സ്റ്റാർ 300ന് 2550 mAh ഒരു ബാറ്ററി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ 1900 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ 500ൻ്റെ ഓരോ സ്പെസിഫിക്കേഷനും എടുത്തു പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയെക്കുറിച്ച് നമുക്ക് ആദ്യമേ തുടങ്ങാം. ഡിസ്പ്ലേ സൈസ് 7.11 സെൻറ്റിമീറ്റർ ആണ്, അതായത് 2.8 ഇഞ്ച്. റെസൊല്യൂഷൻ വരുന്നത് 320x240 പിക്സൽസ് ആണ്. റെസൊല്യൂഷൻ ടൈപ്പ് വരുന്നത് QVGA. ഡിസ്പ്ലേ ടൈപ്പ് വരുന്നത് QVGA LCD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കളർ വരുന്നത് 65K ആണ്. ഈ ഫോണിൻ്റെ പ്രൊസസ്സർ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ പ്രൊസസ്സർ ടൈപ്പ് SC6531E ആണ്. പ്രൈമറി ക്ലോക്ക് സ്പീഡ് 26 MHz ആണ്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 2G GSM 900/1800 ആണ്. പിന്നീട് പറയുകയാണെങ്കിൽ മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ഇൻറ്റേർണൽ സ്റ്റോറേജ് 32 MB ആണ്. റാമും 32 MB ആണ്. എക്സ്പാൻഡബിൾ അപ് ടു 64 GB ആണ്. പിന്നീട് സപ്പോർട്ടബിൾ മെമ്മറി കാർഡ് ടൈപ്പ് മൈക്രോ SD. അതിനു വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ടും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഫോണിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാമറയുടെ റെസൊല്യൂഷൻ 0.3 മെഗാ പിക്സലാണ്. റിയർ ക്യാമറയാണ്. സെൽഫി ക്യാമറ അഥവാ സെക്കൻഡറി ക്യാമറ കൊടുത്തിട്ടില്ല. കാൾ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഫോൺ ബുക്ക് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി സെക്ഷനിലേക്ക് പോകാം. നെറ്റ്വർക്ക് ടൈപ്പ് 2G നെറ്റ്വർക്കാണ്. GSM ആണ് സപ്പോർട്ടഡ് ഡിവൈസ്. പിന്നെ മൈക്രോ USB പോർട്ട് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് സപ്പോർട്ടും അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റാർ 300ൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് അവൈലബിൾ അല്ലായിരുന്നു. എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഫയൽ ട്രാൻസ്ഫറിനും കാര്യങ്ങൾക്കുമൊക്കെ നല്ലൊരു ഫീച്ചർ തന്നെയായിരിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 2.1 ആണ് കൊടുത്തിരിക്കുന്നത്. USB കണക്ടിവിറ്റിയും ഇതിൽ അവൈലബിൾ ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ സിം സൈസ് മൈക്രോ സിം ആണ്. നാനോ സിമ്മിന് മുമ്പുള്ള മൈക്രോ സിം. ഇതൊരു കീപാഡ് ഫോൺ തന്നെയാണ്. നോൺ ടച്ചബിൾ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സപ്പോർട്ടഡ് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ആൻഡ് ഗുജറാത്തിയാണ്. മൾട്ടിമീഡിയയിലേക്ക് പോവുകയാണെങ്കിൽ FM റേഡിയോ അവൈലബിൾ ആണ്. ഓഡിയോ ഫോർമാറ്റ് MP3 ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ബാറ്ററി ആൻഡ് പവർ ഫീച്ചേഴ്സ്. ബാറ്ററി 1900 mAh ആണ്. ഡൈമെൻഷൻസ് നോക്കുകയാണെങ്കിൽ വിഡ്ത്ത് 55.4 mm, ഹൈറ്റ് 132.5 mm, ഡെപ്ത്ത് 12 mm, വെയ്റ്റ് 108 gram. വാറൻറ്റി 1 year വാറൻറ്റിയാണ് കമ്പനി കൊടുക്കുന്നത്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടോർച്ചിൻ്റെ കാര്യം നമ്മൾ വിട്ടുവരുന്നു. സ്ട്രിപ്പ് ടോർച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ ടോപ്പ് ഫുള്ളായിട്ടൊരു ടോർച്ച് തന്നെയാണ് ഈ ഒരു റിയൽമി ഡിസോ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേയും വളരെ മികച്ചൊരു ബാറ്ററിയും ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നോക്കിയ 110ൻ്റെ സെയിം ഒരു സിമിലാരിറ്റി തോന്നുന്നുമുണ്ട്. ചെറിയ പ്രൈസ് റേഞ്ചിൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് വിൽക്കുന്നതാണ് റിയൽമിയുടെ ശീലം. അതുകൊണ്ട് തന്നെ റിയൽമിയുടെ സബ് ബ്രാൻഡായ ഡിസോയും ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് സ്റ്റാർ 500ഉം ബിൽഡ് ചെയ്തിരിക്കുന്നത്. 1799 രൂപയ്ക്കാണ് ഓൺലൈൻ ഷോപ്പുകളിൽ
ഇത് കിട്ടുന്നത്. പിന്നെ ബാങ്ക് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റിൽ പിന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസോ സ്റ്റാർ 500ൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റുകളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് വരുന്ന ബെല്ലൈക്കണോടെ അടിച്ചങ്ങോട്ട് ചെയ്യുക. അൺബോക്സിംഗ് ടെക്സിന് വേണ്ടി ഇറ്റ്സ് മീ അഭിരാജ് സൈനിങ് ഔട്ട്.